പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഈ സ്പെഷ്യൽ മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കടന്നു വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും പാട്ടുകളിലൂടെയൊക്കെ കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലിടയാക്കിയ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോർജ്, സഭയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ ബെന്നി ഡാനിയൽ ചായൻ, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ദൈവമക്കൾ കടന്നു വന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഇവിടെ കണ്ടക്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിന് പിറകിൽ നന്നായി അധ്വാനം ചെയ്ത സിയുടെ സെക്രട്ടറി ബ്രദർ സർജിൻ ഷാമുവേൽ, ട്രഷറർ ബ്രദർ ജെയിംസ്, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്തനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. എന്നോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ എന്നോട് ബെന്നിച്ചാൻ ഇങ്ങനെ പറയാനിടയായിത്തീർന്നു, പല കാര്യങ്ങൾ സംസാരിക്കാനിടയായിത്തീർന്നു. അപ്പോൾ ഞാനിതിനെയൊക്കെ ഇങ്ങനെ മനസ്സിലെടുത്ത് ഒന്ന് ചിന്തിച്ച് എന്താണ് സംസാരിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇരുന്നപ്പോൾ ആണ് നമ്മളിവിടുത്തെ ഫ്ലെയറും കണ്ടത്. ഫ്ലെയറിനകത്തും ഞാൻ കണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് എൻ്ററിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊരു ക്യാപ്ഷനും ഞാൻ അവിടെ തീമായിട്ട് ഞാൻ കാണാനിടയായിത്തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചിന്തിക്കണം, എന്ത് പറയണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്തയാണ് എൻ്ററിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ എൻ്ററിങ് ദ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു ട്രൂ സ്പിരിച്വാലിറ്റി നമുക്ക് ആവശ്യമാണ്. ട്രൂ സ്പിരിച്വാലിറ്റി ഇല്ലാതെ നമുക്കതിനകത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എൻ്റർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഞാൻ ട്രൂ സ്പിരിച്വാലിറ്റി ഒന്ന് നന്നായി ചിന്തിക്കാനായിട്ടാണ് ഇന്ന് രാത്രി ഞാനൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞാൻ ഒരുങ്ങി കടന്നു വന്നത്. ഞാൻ വളരെ ശാന്തമായി ഇവിടെ നിൽക്കത്തേയുള്ളൂ, ഇന്ന് വളരെ ശാന്തമായി നിൽക്കത്തേയുള്ളൂ. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകണം എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ നിങ്ങളോട് സാധാരണ സംസാരിക്കുന്ന രീതിയിൽ മാത്രമേ ഇന്ന് സംസാരിക്കുകയുള്ളൂ. എൻ്റെ തൊണ്ടയ്ക്ക് ശകലം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരങ്ങൾ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നോ? സ്തോത്രം. ഒരു ചെറിയ പുഞ്ചിരിയോടൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുക. നമ്മൾ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നതല്ലേ, കർത്താവിൻ്റെ വചനമൊക്കെ പഠിക്കാനായിട്ടും നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടൊക്കെ പോവുകയല്ലേ. അപ്പോൾ മസിലൊന്നും പിടിക്കാതെ വളരെ ഫ്രീ ആയിട്ടൊന്ന് റിലാക്സ് ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. കാരണം നമുക്ക് ദൈവസന്നിധി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ആണോ? പ്രൈസ് ദി ലോർഡ്. ആണോ? യെസ്, ആ ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ വളരെ ശാന്തമായി നിൽക്കത്തേ ഉള്ളൂ. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്, ഒരു ക്ലാസ് പോലെ ഞാൻ പയ്യെ ചില ചിന്തകളെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുക. ഞാൻ ആധാരമായിട്ട് ഒരു വേദവാക്യം വായിച്ചുകൊണ്ട് ആ ചിന്തയിലേക്ക് കിടക്കാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 20. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഓക്കെ, നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. For I say unto you that except your righteousness shall exceed the righteousness of the scribes and the Pharisees, you shall in no case enter into the kingdom of heaven. ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചിന്ത. പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത് ഒരു ട്രൂ സ്പിരിച്വാലിറ്റിയെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിക്കാൻ. ഞാനൊരു വാക്യമായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പല തോട്ട്സുകൾ നമ്മൾ ഇതിലേക്കൂടെ ചിന്തിച്ച് പോകുവാനായിട്ട് താല്പര്യപ്പെടുക. മത്തായിയുടെ സുവിശേഷം 5, 6, 7 3 അധ്യായങ്ങൾ, മാത്യു ചാപ്റ്റർ 5, 6, 7, ഈ 3 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും
പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടീച്ചിങ്ങാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയാം ഈ ടീച്ചിങ്ങിനെ എന്താ വിളിക്കുന്നത് അറിയാമോ? ഈ ടീച്ചിങ്ങിനെ വിളിക്കുന്ന പേര് സർമൺ ഓൺ ദ മൗണ്ട്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്നുള്ളതാണ് ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായും വളരെ ശക്തമായും പഠിപ്പിച്ച ഒരു പഠിപ്പീരാണ് ഗിരിപ്രഭാഷണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ഗിരിപ്രഭാഷണം. നമുക്കാർക്കും പഠിക്കാനും താല്പര്യമില്ല, നമുക്കാർക്കും അത് കേൾക്കാനും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ യേശു പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദൈവസഭ പഠിക്കേണ്ടതും ദൈവജനം അറിഞ്ഞിരിക്കേണ്ടതുമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടീച്ചിങ് ആണ് എന്ന് പറയുന്നത് സർമൺ ഓൺ ദ മൗണ്ട്, അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് പറഞ്ഞേ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന. ആ ഗിരിപ്രഭാഷണകത്തെ കീ വേഴ്സാണ് നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. ഗിരിപ്രഭാഷണത്തിൻ്റെ കീ വേഴ്സാണ് 5-ാം അധ്യായം 20-ാം വാക്യം എന്ന് പറയുന്നത്. ഈ ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ്, പശ്ചാത്തലത്തിലാണ്. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. 4-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നത്, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്നെന്ത് ചെയ്തു? പ്രസംഗിച്ച് തുടങ്ങി. അപ്പോൾ ഗിരിപ്രഭാഷണത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പശ്ചാത്തലം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാനസാന്തരം. അപ്പോൾ മാനസാന്തരം എന്ന ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് യേശു എന്ത് പഠിപ്പിക്കുന്നത്? ഗിരിപ്രഭാഷണം എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ആ ഗിരിപ്രഭാഷണത്തിനകത്ത് കീ വേഴ്സാണ് നമ്മൾ വായിച്ച വാക്യം. നിങ്ങളവിടെ നോക്കി, ആ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി ആരുടെ നീതിയെ കവിയണം? 1, ശാസ്ത്രിമാരുടെ അല്ലെങ്കിൽ സ്ക്രൈബ്സ്. ഒന്നാമത്തെ പറയുകയാണ് സ്ക്രൈബ്സ്. രണ്ടാമത്തെ പറയുകയാണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും, ഫാരിസീസ് നീതിയെ കവിയുന്നില്ല എങ്കിൽ നമ്മൾ എവിടെ കിടക്കുകയില്ല? സ്വർഗരാജ്യത്തിൽ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാ ഈ മാർഗത്തിലേക്ക് വന്നത്? നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ എന്ന് പറഞ്ഞേ. ഇതൊരു സെമിനാറൊക്കെ ആണല്ലോ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? നിത്യത എത്തണമെന്നാ അല്ലേ? അതല്ലാത്ത ചിന്തയുള്ള ആരെല്ലാം ഉണ്ട് ഇവിടെ? ഉള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തണം. ആരുമില്ല. സ്തോത്രം. അപ്പം നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെ എത്തണമെന്നാ? സ്വർഗരാജ്യത്തിൽ എത്തണമെന്നാ. പക്ഷെ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ കിടക്കുകയില്ല സ്വർഗരാജ്യത്തിൽ. ആരുടെയൊക്കെ നീതിയെ? പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ. എന്തുവാ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ പോകാൻ ഇറങ്ങി പുറപ്പെട്ട നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ കിടക്കുകയില്ല. എന്താ കർത്താവ് പറയുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് 3 പദങ്ങൾ പഠിച്ചേ പറ്റൂ. ഒന്നാമത്തെ ഒരു പദമാണ്, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ നീതി. ആ പദം കണ്ടോ? നീതി, റൈച്ചസ്നസ്. ഗിരിപ്രഭാഷണം നിങ്ങൾ പഠിച്ചാൽ പല തവണ റിപ്പീറ്റ് ചെയ്യുന്നൊരു പദമാണ് എന്ന് പറയുന്നത് റൈച്ചസ്നസ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ റൈച്ചസ്നസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? ഒറ്റ വാചകത്തിൽ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞാൽ, വാക്ക് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്ത് ചെയ്യുക? നടക്കുക. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള ആ ദൈവത്തിൻ്റെ വഴിയിൽ എന്ത് ചെയ്യുക? നടക്കുക. നമുക്ക് എവിടെ കയറേണ്ടത്? എൻ്ററിങ് ഇൻ ടു ദ പറഞ്ഞേ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തിൽ ഇറങ്ങാനാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം അല്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അതാ. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്,
നിങ്ങളുടെ നീതി, നിങ്ങൾ വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഗോഡ് അല്ല എങ്കിൽ നിങ്ങൾ എവിടെ കിടക്കുകയില്ല? സ്വർഗരാജ്യത്തിൽ. അപ്പൊ നീതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, റൈച്ചസ്നെസ് വാക്കിന്റെ അർത്ഥമാക്കുന്നത് എന്താ? വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. അപ്പൊ കർത്താവ് പറയുക, അത് നിങ്ങളുടെ നടപ്പ് നേരെയായില്ല എങ്കിൽ നമ്മൾ എവിടെ കിടക്കുകയില്ല? സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. എനിക്കറിയത്തില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇങ്ങനൊരു സന്ദേശമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇന്നിങ്ങനെ പറയാനാണ് ദൈവിക നിയോഗം. അതുകൊണ്ട് ഞാനതങ്ങ് പറയുക. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വചനം പ്രസംഗിക്കുന്നതിന് പേര് ദേഷ്യം തോന്നിയാലും പ്രശ്നമില്ല. കാരണം ഉള്ളതുപോലെ പറയണം. എനിക്ക് നിങ്ങളോടല്ല അക്കൗണ്ടബിലിറ്റി, എനിക്ക് ദൈവത്തോടാണ്. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ല, നമ്മളുടെ കിടക്കുകയില്ല, സ്വർഗ്ഗത്തിൽ കിടക്കുകയില്ല. ഇനി നോക്കണം, അപ്പം റൈച്ചസ്നെസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ പറഞ്ഞു. എന്താ? റൈറ്റ് റിലേഷൻ വിത്ത് ഗോഡ്, അല്ലെങ്കിൽ വാക്ക് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. എന്നിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയാ? ഒന്ന് ശാസ്ത്രിമാരും, രണ്ടാമത്തെ ആരാ? നമുക്ക് എളുപ്പഭാഷ പറഞ്ഞ ഒന്ന് പരീശനും, രണ്ടാമത്തെ ആരാ? ശാസ്ത്രം. ഇവരുടെ നീതിയെ നിങ്ങൾ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ കിടക്കുകയില്ല? സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യില്ല? നിങ്ങൾക്കറിയാമോ ഈ പരീശൻ എന്നാരെന്ന് പറഞ്ഞ ആരാന്നറിയാമോ? ഞാനതൊന്ന് പറയാം, ശ്രദ്ധിക്കണം. ഫാരിസീസ് ആരാ? ശ്രദ്ധിക്കണം. ഈ ഫാരിസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സെപ്പറേറ്റഡ് വൺ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫാരിസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? വേർതിരിക്കപ്പെട്ടവൻ. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഫാരിസീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യായപ്രമാണം നന്നായി അറിയാവുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പരീശൻ. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ തോറ എന്താണെന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പഞ്ചേന്ദ്ര പെന്റാറ്റുക്ക് അല്ലെങ്കിൽ തോറ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തികളാണ് ആരെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഒന്ന്, വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. 2, വചനം നന്നായി അറിയാവുന്ന കൂട്ടരാ. ഞാനിതൊക്കെ പറയുമ്പോൾ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ വചനം അറിയാവുന്ന കൂട്ടരാ. മൂന്നാമത്തെ പ്രത്യേകത എന്നറിയാമോ? വചനം അറിയുക മാത്രമല്ല, അപ്രകാരം ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാരെന്ന് പറയുന്നത്? പരീശന്മാർ. വചനം അറിയുക മാത്രമല്ല, ആ ലോയെ അതുപോലെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചവരാണ് ആരെന്ന് പറയുന്നത്? പരീശന്മാർ. ഈ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ കാലത്തുള്ള പരീശന്മാരെ വിളിച്ചിരുന്ന മറ്റൊരു പേരെ ബ്ലഡി ഫാരിസീസ് എന്നാണ് വിളിക്കുന്നത്. ബ്ലഡി ഫാരിസീസ്. അങ്ങനെ വിളിക്കാനുള്ള കാരണമുണ്ട്. എന്നാണെന്നറിയാമോ? എല്ലാവരും ശ്രദ്ധിച്ചോണേ. എന്നാ കാരണം എന്നറിയാമോ? ഒരു സ്ത്രീ മുന്നിലൂടെ വരുന്നത് കണ്ടാൽ ഉടനെ തല അങ്ങ് മൂടും. തല മൂടിപ്പോയി എവിടെയെങ്കിലും പോസ്റ്റലൊക്കെ ചെന്ന് എന്ത് ചെയ്യും? ഇടിയും. ബ്ലഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. എന്താ കാരണം എന്നറിയാമോ? സ്ത്രീയെ നോക്കിപ്പോലും ആരോട് പാപം ചെയ്യരുത്? ദൈവത്തോട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അപ്പൊ പ്രമാണം അറിയുക മാത്രമല്ല, ആ പ്രമാണത്തിൽ ജീവിക്കാൻ വേണ്ടി അതുപോലെ കഠിന ശ്രമം നടത്തിയവരാണ് ആരെന്ന് പറയുന്നത്? പരീശന്മാർ. അപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. ഇനി 4-മത്തെ കാര്യം, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവരാര്? പരീശന്മാർ. ആഴ്ചയിൽ 2 ദിവസം. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നോക്കിക്കോണേ. ആഴ്ചയിൽ 2 ദിവസം എന്ത് ചെയ്യുന്നവരാ? ഏതൊക്കെ ദിവസം ഉപവസിക്കുന്ന അറിയാമോ? പ്രധാനമായിട്ടും ചരിത്രം പഠിച്ചാൽ കാണുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഉപവസിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്. എന്താ ഈ ദിവസത്തിന് പ്രത്യേകം എന്നറിയാമോ? യഹൂദന്മാരുടെ ഇടയിൽ അന്നത്തെ ചന്ത ദിവസമാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡേ ആണ് ഏത് ദിവസം? മൺഡേ ആൻഡ് തേഴ്സ്ഡേ. ഇങ്ങനെ ഉപവാസം എടുത്തോണ്ട് ഇവരിങ്ങനെ നടക്കും. അപ്പോൾ അച്ചായം ആർക്ക് പോകുന്ന വഴിക്ക് ആരും എന്നാ അച്ഛാ
ഇങ്ങനെയൊക്കെ മുഖമൊക്കെ പ്ലാനമായിരിക്കുന്നത്. അന്നേരം പറയും ഞങ്ങളുടെ മുഖമൊക്കെ പ്ലാനമായിരിക്കും, കാരണം ഞങ്ങളെന്താ ഉപവാസം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഉപവാസിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, മുഖം അപ്പം എണ്ണയൊക്കെ തേച്ച് നന്നായി മിനുക്കിയൊക്കെ എന്ത് ചെയ്യണം, മ്ലാനമായിട്ടൊന്നും. അപ്പം ഇവരുടെ ഉദ്ദേശം എന്നാ, ഞങ്ങൾ ഉപവാസമാണെന്ന് എന്ത് ചെയ്യണം. അപ്പം ആഴ്ച 2 ദിവസം ഉപവസിക്കുന്നവർ. അടുത്ത കാര്യം കേട്ടണം, കൃത്യമായ പ്രാർത്ഥനാ ജീവിതം ഉള്ളവരാണ് ആരെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയം വരുമ്പോൾ കൃത്യമായി നിന്ന് എന്ത് ചെയ്യും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് അവർ തെരിക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ അത് എവിടാണെങ്കിലും ശരി അന്നേരം കൈ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. അപ്പോൾ 1 വേർതിരിക്കപ്പെട്ടവർ, 2 പറഞ്ഞേ 2 ന്യായപ്രമാണം നന്നായി, 3 ന്യായപ്രമാണം നന്നായി അനുസരിക്കുന്നവർ, 4 ഉപവാസമുള്ളവർ, 5 പ്രാർത്ഥനാ ജീവിതം. 6ാമത്തെ കാര്യം കേട്ടോണം, കൃത്യമായി പതാരം, ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല, ഞാൻ വിടുക. കൃത്യമായി കിട്ടുന്നതിൽ എന്ത് കൊടുക്കുന്നവരാ, പതാരം ഓഹരി നന്നായി കൊടുക്കുന്നവരാ. ഇത്രയും ഗുണഗണങ്ങളുള്ളവരാണ് ആരെന്ന് പറയുന്നത്. എൻ്റെ പൊന്നച്ചാ, ഇവരെ നോക്കിക്കൊണ്ട് കർത്താവ് നേരിട്ട് പറയുക, നീ ഒന്നും എവിടെ കിടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഇങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞേ. കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, നമ്മൾ എന്താ പറയുന്നത്. ഈ അച്ചായൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ വേറെ ആരും എന്ത് ചെയ്യത്തില്ല. ഇതല്ലേ നമ്മൾ പറയുന്നത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, എനിക്കറിയത്തില്ല. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരും, നമ്മളൊക്കെ അങ്ങനെ പറയുന്നേ. ഈ അച്ഛൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ വേറെ ആരും. ഇത് തന്നെയായിരുന്നു യഹൂദന്മാരുടെ ചിന്തയും. സ്വർഗത്തിൽ പോകാൻ ആരെങ്കിലും യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അത് ആര് മാത്രമാണ്, പരീക്ഷന്മാരും ശാസ്ത്രിമാരുമാ. കാരണം അവരുടെ മുൻപിൽ ഇത്രയും റോൾ മോഡലായ വ്യക്തികൾ വേറെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലാണെന്ന് വിശ്വസിക്കുക. അപ്പൊ പരീക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തി ആരെന്ന് പറയുന്നത് പരീക്ഷൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ആത്മീകൻ വേറെ. നിശ്ചയമായും അച്ചായൻ മരിച്ചാൽ അച്ഛൻ അവിടെ കാണും. ഇനി 2ാമത്തെ ഒരു കൂട്ടരാണ് നോക്കണം, അതും കൂടെ പറഞ്ഞിട്ട് ബാക്കി വിവരിക്കാം. 2ാമത്തെ കൂട്ടരെന്ന് പറയുന്നത് സ്ക്രൈബ്സ് അല്ലെങ്കിൽ ശാസ്ത്രിമാർ. നിങ്ങൾക്കറിയാം ഈ ശാസ്ത്രിമാരുടെ പ്രധാന ഉദ്യോഗം എന്നറിയാമോ? ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു മാനുസ്ക്രിപ്റ്റിൽ നിന്നും മറ്റൊരു മാനുസ്ക്രിപ്റ്റിലേക്ക് പ്രമാണത്തെ എന്ത് ചെയ്യുക, എഴുതുക. ഇതാണ് പരിപാടി. അതോടൊപ്പം തന്നെ ഈ മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ പ്രമാണങ്ങൾ ജനത്തെ വായിച്ച് കേൾപ്പിച്ച് ജോലിയും ആർക്കുള്ളതാ? അതുകൊണ്ടാണ് എസ്ര സ്ക്രൈബ, ശാസ്ത്രീയ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താ? ഒരു മാനുസ്ക്രിപ്റ്റിൽ നിന്നും മറ്റൊരു മാനുസ്ക്രിപ്റ്റിലേക്ക് എന്ത് ചെയ്യുക, പ്രമാണം എന്ത് ചെയ്യുക. അപ്പൊ തൊഴിലേ ഇതാ. എന്തുവാ? ദൈവവചനം എഴുതുക. എഴുതി 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 ഒരു കാര്യം സത്യമായി, ഇത് മൊത്തം തലയ്ക്കകത്തായി. പ്രമാണം മൊത്തം ആരുടെ തലയ്ക്കകത്താ? അതുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് ആ കാലഘട്ടങ്ങൾ ഇവിടെ വിളിച്ചിരുന്നത് ലോയേഴ്സ് എന്നാ. ലോയേഴ്സ് എന്ന് വിളിക്കാൻ കാരണം എന്നറിയാമോ? പ്രമാണത്തിനകത്ത് ഏത് നിയമം പറഞ്ഞാലും ആ നിയമം എന്താണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ കഴിയുന്നവരാരെന്ന് പറയുന്നത്. രക്ഷപ്പെടാനുള്ള മാർഗം ഇവർക്ക് അറിയത്തുള്ളൂ. കാരണം വക്കീലിനെ രക്ഷപ്പെടാനുള്ള മാർഗം, നിയമത്തിനകത്ത് എവിടൊക്കെയാണ് ലൂപ്പ് ഹോൾ ഉള്ളത് അതേ കൂട്ടരെ ഇവര്. ന്യായപ്രമാണം എതിലെയാണോ ആ ലോ എന്താണെന്ന് വളരെ വ്യക്തമായി അതിനകത്ത് ഏതൊക്കെ ഭാഗം രക്ഷപ്പെടാമെന്ന് നന്നായി അറിയാവുന്നവരാര്? ശാസ്ത്രിമാർ. ഒന്നിവരെ വിളിച്ച് ലോയേഴ്സ്, മറ്റൊരു നേര് പറഞ്ഞ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ നല്ലൊരു ബൈബിൾ ടീച്ചേഴ്സാണ്. ഏത് ചോദ്യത്തിനും
ഉത്തരവുണ്ട്. ഒരു ഡൗട്ടും വേണ്ട. എല്ലാ ഡൗട്ടും ആര് ക്ലിയർ ചെയ്ത് തരും? അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, കർത്താവ് മുഖത്ത് നോക്കി അങ്ങ് പറയുക, ഇത്രയും വലിയ ആത്മീയരാണെന്ന് പറയുന്ന നിങ്ങൾ എവിടെ കിടക്കുകയില്ല? ഒന്ന് ഉറക്കെ പറ, നിങ്ങൾ എവിടെ കിടക്കുകയില്ല? എന്നിട്ട് നമ്മോടെന്താ പറയുന്നത്? നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നമ്മൾ എവിടെ കിടക്കുകയില്ല? ഈ പറയുന്ന സംഭവമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ കുഞ്ഞുങ്ങളെ? ദൈവത്തിനെ നന്നായി മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടോ? സിയുടെ മീറ്റിംഗ് അല്ലേ നമ്മുടെ ഈ കുഞ്ഞുങ്ങളല്ലേ നാളത്തെ സഭയായി മാറുന്നത്? നമ്മുടെ ഈ തലമുറയല്ലേ നാളത്തെ സഭ? ഈ പരീക്ഷ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളെന്നെ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എത്ര പേർക്കുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം? ചിന്തിക്കണം. നമ്മൾ ആരാധന കൂടാൻ വരുന്നുണ്ട്, സത്യമാണ്, ഇതൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഇവിടം കൊണ്ട് പലതും അവസാനിപ്പിക്കുകയല്ലേ? ദൈവം ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ? നിങ്ങൾ ആരും കൈയൊന്നും പൊക്കണ്ട. ഇന്നത്തെ എത്ര ഇത് വായിച്ച് ധ്യാനിച്ചിട്ടുണ്ട്? നമ്മുടെയൊക്കെ തല കുനിയുന്നു. ഇന്ന് നമ്മൾ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട്? ഞാൻ മാതാപിതാക്കളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കാൻ നമ്മളിന്ന് പറഞ്ഞില്ലേ? എത്ര പേര് വായിക്കാൻ അറിയുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു മാതാപിതാക്കൾ ഇത് വായിക്കാൻ, ദൈവവചനം വായിക്കാൻ? ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ നേരെയാക്കാൻ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയാമോ? അവർക്ക് നേരെ ഒരു കീബോർഡ് എടുത്ത് കൊടുക്കും, ഒരു മൈക്ക് എടുത്ത് കൊടുക്കും. ചർച്ചിലെ വർഷിപ്പ് ലീഡിങ് ഇത് ചെയ്യല്ലെന്നല്ല, ചെയ്യണം. 100% അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷെ അടിസ്ഥാനം തെറ്റിപ്പോയി നമുക്ക്. ദൈവവചനം പറയുന്നത് എങ്ങനെ? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പറഞ്ഞേ, എങ്ങനെ? ഉറക്കെ പറഞ്ഞേ. തന്റെ വചനപ്രകാരം. അപ്പം ബാലൻ നേരെയാകണം. എന്താ ചെയ്യേണ്ടത്? ഇതാ തെറ്റിപ്പോയി നമുക്ക് പലപ്പോഴും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇത് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. അവർ തന്നെ ലീഡ് ചെയ്യണം. കാരണം നാളെ അവരെ ഇതൊക്കെ നമ്മുടെ സഭയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അടിസ്ഥാനം പലപ്പോഴും മാറിപ്പോയി. കുഞ്ഞുങ്ങളെ നേരെയൊക്കെ നമ്മൾ വേറെ പലതും ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമ്മുടെ സഭ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സിയുടെ പ്രവർത്തകർ, ദൈവമക്കൾ, നമുക്കൊക്കെ ദൈവസന്നിധി നിൽക്കണമെങ്കിൽ ഇതകത്ത് കയറിയേ പറ്റൂ. ഞാൻ ഒരു കാര്യം കൂടെ അതിനകത്ത് ചേർത്ത് പറയാം. മറ്റെന്തിനെക്കാട്ടിലും നിങ്ങൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുക. സഭ വ്യത്യാസം ഉണ്ടാകും, സഭയ്ക്കകത്ത് വ്യത്യാസം ഉണ്ടാകും, കുടുംബങ്ങൾക്കകത്ത് വ്യത്യാസം ഉണ്ടാകും. ഇന്ന് ദൈവസഭകളുടെ ആത്മീയ ലോകത്തിന്റെ അധപ്പതത്തിന് കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പരീക്ഷ ചെയ്യുന്നവർ നമ്മൾ ചെയ്യാറുണ്ടോ? ഇത്രയൊക്കെ ചെയ്ത ഇവരെ കർത്താവ് വിളിച്ച പേരെന്താണെന്നറിയോ? കപടഭക്തിക്കാരെ. നിങ്ങൾക്ക് ആരെയാ വിളിച്ചത്? ആരെ വിളിച്ചത്? നിങ്ങൾ എൻ്റെ കൂടെ വരണം പ്ലീസ്. വാ തുറന്നൊന്ന് പറയണം. ഞാൻ ഇന്നിങ്ങനെ നിൽക്കത്തുള്ളൂ, കാരണം എനിക്ക് ഇന്നിങ്ങനെ നിൽക്കാൻ നിയോഗം, അതുകൊണ്ടാണ്. ഇത്രയും പ്രാർത്ഥനാ ജീവിതമുള്ളവർ, ഇത്രയും വചനധ്യാനമുള്ളവർ, പ്രമാണം അനുസരിക്കുന്നവർ, കിട്ടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നവർ, ഇത്രയെല്ലാം ചെയ്തിട്ടും കർത്താവ് പറയുക അവരെ വിളിക്കുന്ന പേരാ എന്തെന്ന്? കപടഭക്തിക്കാർ. എന്നിട്ട് ഇവരോട് ഡയറക്റ്റ് പറയുകയാണ്, നിങ്ങൾ അവിടെ കിടക്കുകയില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയെല്ലാം നമ്മളും ചെയ്യുക ഒരു പരിധി വരെ.
ഒന്ന് ആലോചിക്കണം. സിയുടെ പ്രവർത്തകർ ഇതിൻ്റെ പുറകിൽ കിടന്ന് അധ്വാനിച്ച് ഇത്രയും നല്ലൊരു മീറ്റിംഗ് ഇവിടെ കണ്ടക്ട് ചെയ്ത് നിങ്ങളെല്ലാം ഇവിടെ വന്ന് കൂടിയിരിക്കുക. ഇത്രയെല്ലാം നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് ദൈവം നിങ്ങളോട് പറയാം നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടുപോയില്ലയോ? സ്തോത്രം. എന്ത് ഇവിടെ ദൈവം പറഞ്ഞു വരുന്നത്? ദൈവം പറയുക, യേശു പറയുക, നിങ്ങൾ അവരുടെ നീതി എന്ത് ചെയ്യണം? കവിയണം. നിങ്ങൾ പഴയ നിയമം പഠിച്ചാൽ ന്യായപ്രമാണങ്ങളെല്ലാം കൂടെ കൂട്ടി 613 ന്യായപ്രമാണമുണ്ട്. 613 ന്യായപ്രമാണം. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്ന പരീശന്മാരോട് പറയുക അവർ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കില്ല, പക്ഷെ നിങ്ങൾ അവരുടെ നീതി എന്ത് ചെയ്യണം? അപ്പൊ എന്തോ കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചേ? എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? നമ്മൾ 614 പ്രമാണം ചെയ്യണമെന്നാണോ? കവിയണമെന്നാണല്ലേ പറഞ്ഞേ? അവർ 613 ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടല്ലോ, വചനം ധ്യാനിക്കുന്നുണ്ടല്ലോ, ഉപവാസം എടുക്കുന്നുണ്ടല്ലോ, വേർതിരിക്കപ്പെട്ട ജീവികളായി ജീവിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അവർ ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മളോട് പറയാം നിങ്ങൾ അവരെ കവിയണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? 614 നമ്മൾ ചെയ്യണമെന്നാണോ? അതോ 615 നമ്മൾ ചെയ്യണമെന്നാണോ? ഇതല്ല. അവിടെ ഒരു പദം വളരെ ഇമ്പോർട്ടൻ്റ്. ശ്രദ്ധിച്ചേ, പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ, കവിയുന്നില്ല, ആ പദം ഏറ്റവും അണ്ടർലൈൻ ചെയ്യേണ്ട പദമാണ്. കവിയുന്നില്ല. എന്താ ഈ കവിയുന്നില്ല എന്ന വാക്കിൻ്റെ അർത്ഥം? അത് മനസ്സിലാക്കാൻ നമ്മൾ മെറ്റഫറിക്കലി നമുക്ക് പറഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യം പറയാം. ഒരു നദിക്ക് സാധാരണ സമയത്ത് ആ നദിക്കകത്തെ വെള്ളത്തെ ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യും? കഴിയുമോ? കഴിയും. എന്നാൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന എന്നാ? ഇതെന്ത് ചെയ്യും? നിറഞ്ഞ. കാരണം അതിനകത്തെ ആ വെള്ളത്തിന് ഏതിനും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, നദിക്ക്. അപ്പോൾ ആ നദിക്കകത്ത് നിന്ന് വെള്ളം എങ്ങോട്ട് ഒഴുകും? പുറത്തേക്ക് എന്ത് ചെയ്യും? അതേ അർത്ഥത്തിലാണ് ദൈവം ഇവിടെ പറയുന്നത് എന്ത് ചെയ്യണം? കവിയണം. നിങ്ങളുടെ നീതി എന്ത് ചെയ്യണം? അവരുടെ നീതിയെ കവിയണം. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ കിടക്കുകയില്ല. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കത്തിയോ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന്? എന്താ പറഞ്ഞു വന്നതെന്നറിയാമോ? 23-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ പല തവണയാണ് കർത്താവ് വിളിക്കുന്നത് കപടഭക്തിക്കാരെ, ഹാ കഷ്ടം, ഹാ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറയുന്നു. നിങ്ങൾ വെള്ള തേച്ച എന്താ ഈ ശവക്കളുടെ പ്രത്യേകത? പുറമേ നല്ല വൈറ്റ് വാഷ, ഒരു കുഴപ്പമില്ല, പക്ഷെ തുറക്കരുത്. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? തുറക്കരുത്. തുറന്നാൽ ഈ വൈറ്റ് വാഷിൻ്റെ ഒരു മനോഹരത ഒന്നും കാണത്തില്ല. കർത്താവ് അത് വെച്ചുകൊണ്ട് പറയുക കവിയാണ്. അപ്പൊ എന്താ ദൈവാത്മാവോട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവാത്മാവിടെ കപടഭക്തി എന്ന് പറയാൻ കാരണം? ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവർ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ പറയണം ഞാൻ ആരാണെന്ന്, ഞാൻ ആരാണെന്ന്, ഞാൻ ഉപവസിക്കുന്നവനാണെന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന്, ഞാൻ കൊടുക്കുന്നവനാണെന്ന്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നവനാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചെയ്യണം? അപ്പൊ ഇവരെന്തിനു വേണ്ടി ഇത് ചെയ്യുന്നേ? ഇവരെന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? ഇവർ പ്രമാണം അനുസരിക്കുന്നതും ഇവർ ഈ ഉപവാസം ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പതാരം കൊടുക്കുന്നതും എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല, മറിച്ച് എന്തിനു വേണ്ടിയാ? ഇങ്ങനെ ഒരു ആത്മീകമാണ് നിങ്ങൾക്ക് എങ്കിൽ നമ്മൾ എവിടെ കിടക്കുകയില്ല?
പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇവർ ഈ പുറമേ കാണിക്കുന്ന മുഴുവൻ ആത്മീകവും ആരെ കാണിക്കാൻ വേണ്ടിയാ? മറ്റുള്ളവർ പറയണം ഞാൻ ഒരു ആത്മീകനാണ്, മറ്റുള്ളവർ പറയണം ഞാൻ ഉപവസിക്കുന്നവനാണ്, മറ്റുള്ളവർ പറയണം ഞാൻ കൊടുക്കുന്നവനാണ്. പക്ഷെ ഈ ചെയ്യുന്നതൊന്നും ഹൃദയത്തിൻ്റെ അകത്തുനിന്നല്ല. അത് നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, സ്വർഗരാജ്യത്തിൽ കടക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം, നിത്യതയെ കടക്കാൻ ഒരു വഴി പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് പുറത്തോട്ട് വരണം. അതാ പറഞ്ഞത്, കവിയണം. വെള്ളത്തിനും മഴവെള്ള സമയത്ത് നദിക്ക് വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് പോലെ, അത് പുറത്തേക്കൊഴുകുന്നത് പോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവരുടെ വാക്കിനു വേണ്ടി അല്ല, മറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഓരോ സ്തോത്രവും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരണം. ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴം നിങ്ങൾക്ക് അറിയണം. അറിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ആത്മീകം ഹൃദയത്തിനകത്തുനിന്ന് വരണം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഇവിടെ വന്ന് കൈയടിക്കാം, നിങ്ങൾക്ക് ഓർഗന്റെ ടെമ്പോയ്ക്ക് അനുസരിച്ച്, നിങ്ങൾക്ക് ഋതം അനുസരിച്ച് നിങ്ങൾക്ക് കൈയടിക്കാം, നിങ്ങൾക്ക് അതിനനുസരിച്ച് പാടാം. പക്ഷെ ആ പാട്ടും ആ സ്തോത്രം പറയുന്നതും നമ്മുടെ ഹൃദയത്തിനകത്തുനിന്നല്ല എങ്കിൽ അതൊരിക്കലും ഒരു ട്രൂ സ്പിരിച്വാലിറ്റി ആകില്ല. ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മളൊരു ഉപരിവിപ്ലവത്തിൽ നമ്മൾ സന്തോഷിക്കുന്നവരാ. ഉപരിവിപ്ലവത്തിൽ പുറമെ രണ്ട് ചാട്ടവും അടിയും കയ്യും ചാട്ടവും ബഹളവും അന്യഭാഷയും കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നവരാ? ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ പുറകിലുള്ള ചേതോ വികാരം മറ്റു പലതുമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ദൈവസാന്നിധ്യം ഇറങ്ങത്തില്ലെന്നേ, ദൈവസാന്നിധ്യം ഇറങ്ങത്തില്ല. എന്താ നമ്മുടെ ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാത്തെ? എന്താ നമ്മൾ ദിനംതോറും കഴിയുമ്പോൾ നിർജ്ജീവമായി പോകുന്നത്? എന്താ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങാത്തെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ നമ്മൾ ഇറങ്ങിയ നാളിലെ അന്നത്തെ അന്യഭാഷ ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? എന്തുകൊണ്ടാ തീഷ്ണത പുറകോട്ട് പോകുന്നേ? എന്തുകൊണ്ടാ? നമ്മുടെയൊക്കെ ആത്മീയത ഒരു പരിധി വരെ പുറമേ ഉള്ളതാ. ആരും കണ്ടിട്ട് ചോദിക്കരുത് എന്തുകൊണ്ട് ഞാൻ കൈയടിച്ചില്ല എന്ന് ചോദിക്കരുത്. അല്ലെ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ, പാസ്റ്റർ ചോദിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു സ്ഥലത്ത് സിയുടെ സ്പെഷ്യൽ മീറ്റിംഗിന് വന്ന എൻ്റെ പൊന്നു ദൈവമക്കളെ, ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ ഹൃദയം തുറന്ന് ഞാൻ ഒരു കാര്യം പറയാം. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. നമ്മുടെ ആരാധനകൾ എന്താ നിർജ്ജീവമാകുന്നത്? എനിക്കൊരു കാര്യം മനസ്സിലാകും, ദൈവവചനത്തിന് ഒട്ടും കുറവില്ലാത്തൊരു സഭയാണ് ഞാൻ വിശ്വസിക്കുക. എന്താ ഈ വചനം നമ്മുടെ ഇടയിൽ ക്രിയ ചെയ്യാത്തെ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വചനം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഇതിന്റെ പുറകിൽ ചലിച്ചത് ദൈവത്തിന്റെ കരമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആത്മാവിനാൽ എഴുതപ്പെട്ടെന്നറിയാമോ? അപ്പൊ ആത്മാവിനാൽ എഴുതപ്പെട്ടുന്ന ദൈവവചനം ആത്മാവിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തി നടക്കാത്തെ?
സഭ ചിന്തിച്ചിട്ടുണ്ടോ? CALM മെമ്പേഴ്സ് ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ പലതും ഉപരി വിപ്ലവം കൊണ്ട് അവസാനിപ്പിക്കുക. 2 പാട്ട്, 2 കയ്യടി, 2 അന്യഭാഷയും കൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോടൊരു കാര്യം പറയാം. ഇന്ന് രാത്രി മുതൽ നിങ്ങളിത് പ്രാക്ടീസ് നോക്കിക്കോ. എൻ്റെ മലയാളം ഭാഷയെ പറയുക, നിങ്ങളെന്നെ ക്ഷമിക്കണം. ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും അത് സൂത്രമാകരുത്. കേട്ടോ കുഞ്ഞുങ്ങൾ, കേട്ടോ? ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിൽ അത് സൂത്രമാകരുത്. ഒറ്റ സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിൽ ഹൃദയം തുറന്ന് ദൈവസന്നി പറ. ഞാൻ ദൈവമക്കളോട് പറയാം, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വ്യത്യാസം കാണാൻ തുടങ്ങും. പക്ഷെ ഇന്ന് ആത്മീയ ലോകത്തെ ഇട്ടങ്ങ് വല്ലാതെ അങ്ങ് ഡിസപ്ഷൻ അങ്ങാക്കുക. ആ വിടുതൽ, ഈ വിടുതൽ, ഈ വിടുതൽ, ആ വിടുതൽ, ഈ വിടുതൽ. ഞാൻ വിടുതലൊന്നും എതിരൊന്നുമല്ല, നിങ്ങൾ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മൾ പലപ്പോഴും ആത്മീയത്തിനും ദൈവവചനത്തിനും എതിരെ അങ്ങ് മാറി. വിടുതൽ കയറിട്ടുന്നേ, സാന്നിധ്യം ഇറങ്ങുന്നേ. നമ്മൾ എവിടെ കൊണ്ട് പറയണം? ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് ദൈവത്തെ സേവിക്കണം. ഈ വെളിപ്പാട് നമ്മുടെ അകത്തില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് നടക്കാതെ? ദൈവവൃത്തി നടക്കാതെ. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് ഇറങ്ങാത്തത്? നമ്മൾ പറയല്ലോ, അന്ത്യനാൾ സകല ജഡത്തിനും എൻ്റെ ആത്മാവിനെ. ബാക്കി നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താ സംഭവിക്കാത്തെ? നിങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കണം. ഈ സഭ ഉൾപ്പെടെ ഇന്ന് രാത്രി ഒരു മടങ്ങിവരിന് തയ്യാറാകണം. അതിന് തയ്യാറാകണം. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പറയണം. അത് വെളിപ്പാട് പറയണമെങ്കിൽ, അവർ അകത്തുനിന്ന് സ്തുതിക്കണമെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങളെയും നമ്മുടെ ദൈവസഭയ്ക്കകത്തും പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവ സ്നേഹമെന്തെന്ന് നമ്മൾ പഠിപ്പിക്കണം. ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്ക്നെസ് എന്താണെന്നറിയാമോ? മറ്റു മതങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന പേടിയുണ്ടാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്ക്നെസ് എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്, ആരാധിക്കുന്ന സ്നേഹം കൊണ്ടാണ്. സ്നേഹം വരേണ്ടത് അകത്തുനിന്നാണ്. സ്നേഹം വരേണ്ടത് പുറമേ അല്ല. അകത്തുനിന്നുള്ള സ്നേഹമാണ് ഏറ്റവും വലുത്. അതാ നിലനിൽക്കുന്നത്. പക്ഷെ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്നാ, നമുക്ക് ഇങ്ങനൊരു സ്നേഹം നമുക്ക് എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവോട് പറയുക, കർത്താവ് യേശുക്രിസ്തു ഡയറക്ട്ലി പറയുക, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ കിടക്കില്ല. അപ്പോൾ നമ്മൾ ഹൃദയം കൊണ്ടല്ല ദൈവത്തെ സേവിക്കുന്നത് എങ്കിൽ നമ്മൾ അവിടെ കിടക്കില്ല. സ്വർഗ്ഗരാജ്ഞി നിത്യതയല്ലേ നമ്മുടെ ലക്ഷ്യം അല്ലേ? ഇത് എടുത്തോണ്ട് ഇറങ്ങി പുറപ്പെട്ടു അതിനു വേണ്ടി അല്ലേ? നമ്മൾ രാജ്യങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും നമ്മുടെ എല്ലാം ഒറ്റ ആത്യന്തിക ലക്ഷ്യം എന്താ? അവിടെ അല്ലേ? നിത്യതയല്ലേ? ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങൾ മിണ്ടായിരിക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? നമ്മുടെ വീക്ഷണം മാറിപ്പോയി. പലപ്പോഴും നമുക്ക് പാട്ടുണ്ട്, ആരാധനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്തിനിറങ്ങി പുറപ്പെട്ടു അതെന്ത് ചെയ്യും? നഷ്ടപ്പെടും. നിത്യത എന്ത് ചെയ്യും? അതുകൊണ്ട് എബ്രായ ലേഖൻ പറയുന്നൊരു പദമുണ്ട്, പരമാർത്ഥ ഹൃദയത്തോടെ അവനെ എന്ത് ചെയ്യണം? യേശുവിന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടത് കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ ആധാരം എന്തെന്നറിയാമോ? പരമാർത്ഥ ഹൃദയത്തോടാ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്.
എന്റെയും നിന്റെയും പേരെടുത്തു വെച്ചുകൊണ്ടാണ് പരമാർത്ഥ ഹൃദയത്തോടാ, ഹൃദയം തുറന്നുകൊണ്ടാ അന്ന് അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കിടക്കുകയില്ല. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ഞാനത് പറയാം. ഞാനിവിടെ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ ഓർക്കുക. ദൈവിക ഒരു നിയോഗം ഞാൻ വിശ്വസിക്കുക. ഇതൊക്കെ ഇവർ രക്തം കൊണ്ട് എന്ത് ചെയ്തവരാ? വീണ്ടെടുക്കപ്പെട്ടവരാ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയാ, എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാ? 2, വെള്ളത്തിലൂടെ കടന്നവർ. 3-ാമത്തെ കാര്യം പറയാ, എങ്കിലും അവർ വാഗ്ദത്ത നാട്ടിൽ, ഏതവരുടെ വാഗ്ദത്ത നാട്? കനാൻ എന്ന ആ വാഗ്ദത്ത നാട്ടിൽ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മോട് പറയുക, ഇന്നും ഈ വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. ഏത് വാഗ്ദത്തം? സ്വസ്ഥത എന്ന വാഗ്ദത്തം, സ്വർഗരാജ്യം എന്ന വാഗ്ദത്തം, നിത്യത എന്ന വാഗ്ദത്തം. അത് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഭയത്തോടെ ഇവനെ എന്ത് ചെയ്യണം? സഹോദരനോട് പറഞ്ഞവൻ പറഞ്ഞു, എങ്ങനെ അവർ രക്തം കൊണ്ട് വീണ്ടെടുത്തേന്? മരുഭൂപ്രയാണ യാത്രയ്ക്ക് തുടങ്ങുന്നതിന് മുൻപ് കടിഞ്ഞൂൽ സംഹാരം അവരുടെ ഭവനത്തിൽ കടക്കാതിരിക്കാൻ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞാടിൻ്റെ രക്തം എന്ത് ചെയ്യണം? ആ രക്തം ഉണ്ടായിരുന്നവരെല്ലാം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. 2, വെള്ളത്തിലൂടെ എന്ത് ചെയ്തു? ചെങ്കടലിൽ കൂടെ ദൈവം എന്ത് ചെയ്തു? പക്ഷേ ഇത് 2 നടന്നവരാണെങ്കിൽ പോലും എന്ത് സംഭവിച്ചില്ല? കനാൻ ദേശം വാഗ്ദത്ത നാട്ടിൽ എന്ത് ചെയ്യില്ല? എത്തിയില്ല. കാരണം എന്നറിയാമോ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ഇവർ കണ്ടിട്ടും ഹൃദയം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്തില്ല? നമ്മൾ ചിലർ പറയാറില്ലേ, ദൈവം എനിക്ക് വേണ്ടി ആ അത്ഭുതം കൂടെ ചെയ്താൽ, ദൈവം എനിക്ക് വേണ്ടി ആ അത്ഭുതം കൂടെ ചെയ്താൽ ഞാൻ ദൈവത്തെ എന്ത് ചെയ്തോളാം? ചുമ്മാതാ. ഇനി എത്ര അത്ഭുതം ചെയ്താലും നമ്മൾ എന്ത് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ രക്ഷപ്പെടാനാണെങ്കിൽ ആദ്യം രക്ഷപ്പെടേണ്ടത് അവരാ. ആരാ? ഇസ്രായേൽ മക്കളാ. കാരണം അവരുടെ ജീവിതം, ലൈഫ് സ്റ്റൈൽ തന്നെ എന്തായിരുന്നു? മിറക്കിൾസ് ആയിരുന്നു. അല്ലേ സഹോദരന്മാരെ? അല്ലേ? ആന്നു. വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല. ചെരുപ്പ്, രാത്രി എന്തെന്ന്, പകൽ എന്തെന്ന്, വെയിൽ എന്തെന്ന്. അടുത്തൊരു കാര്യം കൂടെ പറയാം. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോയിട്ട് നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കുമല്ലോ. നിങ്ങൾ പറയുമോ, എൻ്റെ ദൈവമേ എൻ്റെ മുന്നിരിക്കുന്ന ഫുഡ് എന്തൊരു മിറക്കിളാ? ആരെങ്കിലും പറയുമോ? എനിക്ക് തോന്നില്ല. നമ്മൾ ഇത്രയും പറയും, കർത്താവ് ഈ ആഹാരം തന്നതിനായി ശുദ്ധീകരിച്ച്. ഇവരുടെ ജീവിതത്തിലെ ഓരോ ഫുഡും എന്തായിരുന്നു? ഇവരുടെ ജീവിതത്തിലെ ഓരോ ഫുഡും, എൻ്റെ ഭാഷയാണേ, 40 സംവത്സരം മരുഭൂമിയിൽ ലക്ഷറി ആയിട്ട് ആര് നടന്നു? ഇസ്രായേൽ ജനം. ഞാൻ അങ്ങനെ പറയത്തു, ലക്ഷറി ആയിട്ട് എന്ത് ചെയ്തു ഇസ്രായേൽ ജനം? പക്ഷെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ എടുക്കണ്ട, അവിടെ ഒരു വാക്യം ദൈവത്തിൻ്റെ ആത്മ പറയുക, 40 സംവത്സരം എനിക്ക് ആ ജനത്തോട് ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്തെങ്കിലും മുടക്കിയോ ദൈവം? എന്തെങ്കിലും മുടക്കിയോ? ഒന്നും മുടക്കിയില്ലെന്നേ. പക്ഷെ സംഭവിച്ചൊരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? ദൈവജനത്തോട് ദൈവത്തിന് എന്തുണ്ടായിരുന്നു? ഇത് അടുത്ത ഒരു ഡേഞ്ചർ. ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാണിക്കുന്ന ഉപരിവിപ്ലവം കാണിച്ചിട്ട് ഹൃദയത്തിൽ നിന്ന് തുറന്ന് നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിക്കുകയൊക്കെ ചെയ്തിരുന്നിട്ട് ദൈവം നമുക്ക് കുറെ ഭൗതിക നന്മ തരുമ്പോൾ നമ്മുടെ വിചാരം എന്നാ? അയ്യോ ദൈവം എൻ്റെ കൂടാ, ദൈവം എൻ്റെ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആരോടായിരുന്നു? ഇസ്രായേൽ ജനത്തിൻ്റെ. എന്തെങ്കിലും മുടക്കിയോ? ദൈവമക്കളെ,
ദൈവം തരുന്ന ഭൗതിക നന്മകൾ അത് സ്വീകരിച്ചോണം, നല്ല കാര്യമാണ്, സ്തോത്രം പറഞ്ഞു. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. ദൈവം നമ്മുടെ കൂടാണെന്ന അർത്ഥം നമ്മൾ ചിന്തിക്കരുത്. അപകടമാ. ദൈവം നമ്മുടെ കൂടാണെന്ന് അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗം, ദൈവത്തോട് നമുക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് രാത്രി ശോധന ചെയ്യണം. ഹൃദയം തുറന്ന് ദൈവത്തോടൊരു ബന്ധമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെല്ലാം ഭൗതിക നന്മകൾ ഉണ്ടായാലും നമ്മൾ ആരോട് ബന്ധമില്ല. അപ്പോൾ ഇന്ന് രാത്രി സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നമുക്കെന്താ വേണ്ടത്? ഹൃദയം തുറന്ന് ദൈവത്തോടൊരു ബന്ധം നമുക്കുണ്ടാകണം. എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സഭാ ഹാളിലേക്ക് വരാൻ ഈ കാലഘട്ടത്തിൽ മടിക്കുന്നത്? എന്താ നമ്മുടെ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയാത്ത എന്നാ? പ്രാർത്ഥിക്കാൻ വരാന്ന് പറഞ്ഞാൽ എത്ര പേര് വരാൻ തയ്യാറാകും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ മറ്റൊരു ആക്ടിവിറ്റി കൊടുത്തു നോക്കി, എന്തൊരു വൈബ്രന്റ് ആണെന്നറിയോ? ഒരു പിക്നിക് എന്ന് പറയുമ്പോഴോ എന്തൊരു വൈബ്രന്റാ. എന്നാ 2 മണിക്കൂർ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴോ എന്താ കാര്യം ദൈവമക്കളെ? ഒറ്റ കാര്യമാ, അകത്ത് ഈ സ്നേഹം വന്നിട്ടില്ല. ഇന്ന് രാത്രി ഈ സിയുടെ മീറ്റിംഗ് ഇവിടെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാൻ ദൈവജനത്തോടൊരു കാര്യം പറയാം. എനിക്ക് കിട്ടിയൊരു നിയോഗമാണ്. ഇതിനകത്ത് നിങ്ങൾ വലിയ അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ വലിയ ആരാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ സഭ ഒരുമിച്ച് ഇന്ന് രാത്രി മടങ്ങി വരാൻ തയ്യാറായാൽ, സഭ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറായാൽ, ഞാൻ ഒരു കാര്യം വിശ്വസിക്കുക, നിങ്ങളുടെ മീറ്റിംഗ് സക്സസ് ആയി. ദൈവത്തോട് ഇന്ന് രാത്രി പറയാൻ തയ്യാറായി, കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഉപരിവിപ്ലവത്തിൽ ഞങ്ങൾ വീണുപോയി, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആത്മീക പുറമെയാണ് ചിന്തിച്ചു പോയി. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഹൃദയം തൊടുന്ന ദൈവത്തിന് തരാൻ തയ്യാറാ. ഞങ്ങൾ അങ്ങനെ വരാൻ തയ്യാറാ, മടങ്ങി വരാൻ തയ്യാറാ. ആ വെളിപ്പാട് ഞങ്ങളിലേക്ക് ഇന്ന് രാത്രി എത്തിക്കണമേ എന്ന് ദൈവത്തോട് ദൈവസഭ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയാൽ എനിക്കൊരു കാര്യം ഉറപ്പാ, ഇന്നത്തെ മീറ്റിംഗ് സക്സസ് ആയി മാറും. അതാ യഥാർത്ഥ റിവൈവൽ. എന്താ യഥാർത്ഥ റിവൈവൽ? യഥാർത്ഥ റിവൈവൽ ദൈവമക്കളെ, ഇവിടെ വന്ന് നമ്മൾ തുള്ളിച്ചാടുന്നത് അല്ല യഥാർത്ഥ റിവൈവൽ. അതല്ല ദൈവജനം പഠിപ്പിക്കുന്ന റിവൈവൽ. അതിന്റെ അർത്ഥം ആരാധിക്കേണ്ടതല്ല. ഞാനും നിങ്ങളെ പോലെ ദൈവസന്നിധി ആത്മാവിൽ ആരാധിക്കും. പക്ഷെ യഥാർത്ഥ റിവൈവൽ എന്ന് പറയുന്ന മനസ്സ് രൂപാന്തരപ്പെടുന്നതാ, നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാ. ഇന്ന് രാത്രി ഞാൻ ഈ ശബ്ദം ഇവിടെ ഓർപ്പിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞു കുട്ടികളടക്കം ഓരോരുത്തരും ദൈവസന്നിധി ശോധന ചെയ്യണം. കർത്താവേ, ഹൃദയം തുറന്നാണോ ഞാൻ അങ്ങയെ സേവിക്കുന്നത്? ഹൃദയം തുറന്നാണോ ഞാൻ അങ്ങയെ ആരാധിക്കുന്നത്? ദൈവമായിട്ടൊരു യഥാർത്ഥ ബന്ധം ഇന്ന് രാത്രി എനിക്കുണ്ടോ? ഇല്ല എങ്കിൽ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് പറ, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ. കർത്താവേ, ഏജി സഭ ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ. കർത്താവേ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഞാനിത് പറഞ്ഞു തന്നത്. ഹൃദയം തുറന്ന് ദൈവത്തെ സേവിക്കാൻ ഞങ്ങൾ തയ്യാറാ. അതാ ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത്. ആ ഹൃദയം തുറന്ന് ദൈവത്തെ സേവിക്കണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം മറ്റൊരു കാര്യം, കർത്താവേ, ആ ദൈവ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വരണം. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് തരണം. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധി ചെയ്തു നോക്കിയേ. ഞാൻ ഒരു കാര്യം ദൈവത്തിനകത്തിന് ഗ്യാരണ്ടി പറയാം, നിങ്ങളുടെ മീറ്റിംഗിൽ ദൈവസാന്നിധ്യം ഇറങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിർജ്ജീവാവസ്ഥകൾ മാറും, സഭയുടെ നിർജ്ജീവാവസ്ഥകൾ മാറും. ദൈവം സഭയെ ഉപയോഗിക്കും. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കും. ഹല്ലേലൂയ.
പക്ഷെ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് ഈ ഒരു ഹൃദയപരമായ ചിന്തയല്ല, ഹൃദയപരമായ ഒരു വാക്കിംഗ് അല്ല ദൈവത്തോട്. ഞാൻ എൻ്റെ വിഷയത്തിനകത്തൊന്നും ഇല്ലാത്ത, പക്ഷേ ദൈവദാസനോട് പറഞ്ഞ ഹാനോക്ക് ആരുടെ കൂടെ നടന്നു? ദൈവത്തോട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവവനെ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കാണാതെയായി. ഹാനോക്ക്, ഞാൻ എൻ്റെ ഭാഷ പറയാം, അവൻ ഒറ്റ പണിയുള്ളായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ആരോട് നടക്കുക? ദൈവത്തോട് കൂടെ. പുള്ളിക്ക് ഒറ്റ പണി ഇതേ ഉള്ളായിരുന്നു, ആരോട് നടക്കുക? അതുകൊണ്ടൊരു ചിന്തകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ കൂടെ 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 കുറേ നടന്നു കടന്നു കഴിഞ്ഞപ്പോൾ ഹാനോക്കിനോട് ദൈവം പറയാ, നീ ഇന്നിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങ് കയറി പോരാൻ. നീ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. നീ എന്ത് ചെയ്യാ? നടന്ന് 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 എവിടം വരെ എത്തി? ഒരു ചിന്തകന്റെ പറച്ചിലാണേ, ബൈബിളിലൊന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ചിന്തകന്റെ പറച്ചില്ല. നടന്ന് നടന്ന് അവൻ എവിടം വരെ എത്തി? അപ്പൊ ദൈവം പറയാം, നീ ഇന്നിങ്ങ് എന്ത് ചെയ്യാ? ഹല്ലേലൂയ. ഞാൻ വളരെ ശാന്തമായി നിങ്ങളോടും ചോദിച്ചു പോട്ടെ, ഇങ്ങനെ ഹൃദയപരമായി നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടോ? ഇറങ്ങിയ നാളിലെ ആ തീഷ്ണതയുണ്ടോ? ഉണ്ടോ? ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവസന്നിധി നമുക്ക് ദൈവവചനത്തെ ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ഇമ്പാർട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ഒരു വിജയമാകണമെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട. കർത്താവിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. ഞാൻ ആ ഇസ്രായേലിൻ്റെ ചരിത്രം ഒന്നുകൊണ്ട് ഓർപ്പിക്കട്ടെ. രക്തം കൊണ്ട് വെള്ളത്തിലൂടെ കടന്നു. നമ്മളെങ്ങനെ വീണ്ടെടുത്തത്? രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്തല്ലേ? യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഗ രക്തം കൊണ്ട് നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. വെള്ളത്തിലൂടെ നമ്മളും കടന്നു. ജലത്തിൽ നമ്മൾ ആരെ സാക്ഷീകരിച്ചു? കർത്താവിനെ എന്ത് ചെയ്തു? ഇനി ആത്മീയ ലോകത്തിന് അടുത്തൊരു പ്രശ്നം കൂടെ പറയാം. ടിക്കറ്റും വിസ എടുത്ത് നമ്മൾ ഇരിക്കുക. എവിടെ പോകാൻ? ഇത് രണ്ടുമാണല്ലോ, ടിക്കറ്റും വിസ. ഏതാ? രക്ഷപ്പെട്ടു, സ്നാനപ്പെട്ടു. അടുത്ത പരിപാടി എന്താ? നേരെ എങ്ങോട്ട് കയറുക എന്നുള്ളതാ. ചുമ്മാതാ. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അത് വേണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനമാ. പക്ഷേ ഇവിടെ പറയുന്നത് നടക്കണം. വാക്കിംഗ്. ആരുടെ കൂടെ? ആരുടെ കൂടെ? ഹല്ലേലൂയ. ഇത് രണ്ടും നടന്നാല്, ഇത് നടന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ കൂടെ നടക്കുന്നില്ല എങ്കിൽ, ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് നമുക്കും പറ്റും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഒരു വെളിപ്പാടിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വ ദൈവമക്കളെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു പാസ്റ്റർ മകനായിട്ട് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. മറ്റുദ്യോഗത്തിലേക്കൊന്നും തിരിയാൻ മേലാഞ്ഞിട്ടല്ല ഇന്നിങ്ങനെ ഇവിടെ നിൽക്കുന്നത്. സെക്യുലറിലും തിയോളജിക്കലും ദൈവം മാന്യമായ എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരൊറ്റ കാര്യം ഉണ്ടെന്നറിയാമോ? ഞങ്ങളുടെ കുഞ്ഞുപ്രായം മുതൽ ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ മനസ്സ് കിട്ടുന്നൊരു ദൈവസ്നേഹമുണ്ട്. ഇന്ന് ഈ വചനമായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒറ്റ പുറകിലൊരൊറ്റൊരു കാരണം, മറ്റെന്തിനേക്കാട്ടിലും ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഈ ദൈവവചനത്തെയും ദൈവത്തെയുമാണ്. ഞാനിവിടെ എൻ്റെ അനുഭവം ഒറ്റ കാര്യം ഞാൻ പറയാം. നാട്ടിൽ ഞായറാഴ്ചയാണല്ലോ ആരാധന, സൺഡേ സ്കൂളുണ്ടല്ലോ രാവിലെ. എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെയില്ല ശനിയാഴ്ച ഉച്ച കഴിഞ്ഞൊരു സമയം സെക്കുലർ പുസ്തകം ഞങ്ങളെ എടുപ്പിച്ചത്. സെക്കുലർ പുസ്തകം ഞങ്ങളെ എടുപ്പിച്ചത് ഇന്ന് വരെ എൻ്റെ ചിന്തയിലില്ല. ഉച്ച കഴിഞ്ഞൊരു സമയമുണ്ടെങ്കിൽ അന്ന് രാത്രി ഫുള്ള് വരെ സൺഡേ സ്കൂളിൻ്റെ പുസ്തകങ്ങൾ പഠിച്ചിരിക്കണം, സൺഡേ സ്കൂൾ വാക്യങ്ങൾ പഠിച്ചിരിക്കണം. ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മൊത്തം എൻ്റെ അപ്പനായിരിക്കും.
ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പബ്ലിക്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാക്യം പഠിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന ആ പെർഫെക്ഷനിലൊക്കെ എത്താഞ്ഞിട്ട് സഭക്കാരുടെ മുന്നിട്ട് അടി കൊണ്ട അടി ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അന്ന് ആ അടിയൊക്കെ നമുക്ക് വേദനയായി തോന്നിയെങ്കിലും ഇന്ന് നിങ്ങളുടെ മുൻപ് നിൽക്കുന്നതിൻ്റെ പുറകിൽ ഒരു ഒറ്റ കാര്യം, അന്ന് ദൈവവചനത്തിലൂടെ ഇട്ട് തന്ന ദൈവസ്നേഹമാണ്. ഈ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളത് പകർന്നു കൊടുക്കണം. നമ്മൾ കൂടുതൽ കൺസേൺ എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടല്ലോ അല്ലേ? അവരുടെ പരീക്ഷ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദൈവദാസ പ്രാർത്ഥിക്കണം, നമ്മൾ ഉപവാസം ഇരിക്കും, നമ്മളിതെല്ലാം എന്ത് ചെയ്യും? ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ കൺസേൺ നിങ്ങൾ സൺഡേ സ്കൂളിൻ്റെ കാര്യത്തിൽ കൊടുക്കാറുണ്ടോ? ഈ കൺസേൺ നിങ്ങൾ ദൈവവചനത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കാറുണ്ടോ? ഞാൻ അവരോട് ചോദിക്കുന്ന മുമ്പ് നിങ്ങളോട്, നമ്മളോട് ഓരോരുത്തരും ചോദിക്കട്ടെ, നമ്മളത് ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആകെ ഒരൊറ്റ റിക്വസ്റ്റ്, യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പുറമേയുള്ള ഉപരിവിപ്ലവം അല്ല, പുറമേയുള്ള ഗ്ലോറി അല്ല. ആ ഗ്ലോറി അകത്തുനിന്നുണ്ടായേ പറ്റൂ. ഈ പൗലോസ് തിമത്യോസിനോട് തൻ്റെ അവസാന വാക്കുകൾ പറയുമ്പോൾ പൗലോസ് തിമത്യോസിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് നന്നായി ഒന്ന് പറയണമെന്നൊക്കെ ഓർത്താ വന്നത്, പക്ഷേ സമയമില്ല. എങ്കിലും ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു വിടാം ഞാൻ ആ ഭാഗം. 2 തിമത്യോസിൻ്റെ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നാൽ അതിൻ്റെ 3-ാം അധ്യായം പൗലോസ് തിമത്യോസിനോട് പറയുക, 3-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ഉഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്ണിക്കാരും അജീന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളുകളുമായ ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി കണ്ടോ? എന്താ? ഭക്തിയുടെ വേഷം ധരിച്ച് എന്തിനെ ത്യജിക്കും? മനസ്സിലായ എന്തോന്ന്? ഭക്തിയുണ്ട് പക്ഷെ ശക്തിയില്ലെന്ന്. അടുത്ത് നോക്കിയേ, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നുണകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ. പൗലോസിന്റെ ലാസ്റ്റ് വേർഡ്സാ. തൻ്റെ അവസാനത്തെ സമയം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ താൻ പറയുന്ന ലാസ്റ്റ് വേർഡ്സാ ഈ ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ തിമത്യോസ് ആരാന്ന്? തിമത്യോസ് ആ സമയത്ത് ഒരു ശുശ്രൂഷകനാ. ഏത് സഭയുടെ എന്നറിയാമോ? എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനാരെന്ന് പറയുന്നത്. ആ ശുശ്രൂഷകനോട് ലീഡർ പറയുക, അന്ത്യകാലത്ത് എന്ത് വരും? ദുർഘട. അപ്പൊ ഈ ദുർഘട സമയത്തിന്റെ ലക്ഷണം എന്തെന്നറിയാമോ? ആ ദുർഘട സമയത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 4-ാം അധ്യായം 3-ാം വാക്യം നോക്കിയേ. 4-ാം അധ്യായം 3-ാം വാക്യം: അവർ പത്യോപദേശം പൊറുക്കാതെ, കണ്ടോ, കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന. അപ്പൊ എന്തിന് പ്രാധാന്യം കൊടുക്കത്തില്ല? പത്യോപദേശത്തിന് എന്ത് ചെയ്യത്തില്ല?
അതിൻ്റെ ഇംഗ്ലീഷ് എന്താ കിടക്കുന്ന നോക്കി? പത്യോപദേശം ഇംഗ്ലീഷ് എന്താ കിടക്കുന്നത്? സൗണ്ട് ഡോക്ട്രിൻ. ഇനി ഒരു സ്ഥലത്തിനുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം. 1-ാം അധ്യായം 13-ാം വാക്യം നോക്കിയേ, 1:13. അവിടെ എന്താ എഴുതിയിരിക്കുന്നു നോക്കി? എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തയേശുവിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും എന്ത് ചെയ്യുക? ഈ 2 സ്ഥലത്തും കിടക്കുന്ന എന്താണെന്നറിയോ? സൗണ്ട് ഡോക്ട്രിൻ അല്ലെങ്കിൽ സൗണ്ട്. എന്താ ഈ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ? സൗണ്ട് എടുക്കുകയാണോ? നമ്മളുടെ അങ്ങനെ ഒരു ചിന്തയുണ്ട്, സൗണ്ട് എടുത്ത് പ്രസംഗിച്ചില്ലെങ്കിൽ ആത്മാവ് ഇല്ല എന്ന് പോലും. എന്താ ഈ സൗണ്ട് എന്നതിൻ്റെ അർത്ഥം? സൗണ്ട് ഡോക്ട്രിൻ എന്ന വാക്കിന്റെ അർത്ഥം ഹെൽത്തി. അപ്പൊ ഹെൽത്തി ആയ പദ്യോപദേശം അല്ലെങ്കിൽ ദൈവവചനം കേൾപ്പാൻ ഇന്ന് ആർക്കും എന്തില്ല. പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് കേൾക്കാൻ ആർക്കും. ഒരു പഠനം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? പഠനം പറയുന്നത്, ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ളവർ ആക്റ്റീവ് ആകുന്നത് പാട്ട് പാടാൻ നേരത്താണ്. പക്ഷെ ദൈവവചനം പറയാൻ നേരത്ത് ഇങ്ങനെയൊക്കെയാ. ഏത്? ഈ കൂട്ടര് ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോഴേ ഇവർക്ക് എന്ത് ചെയ്യും? ഉറക്കം വരും, പിന്നെ അങ്ങ് ഡിസ്റ്റർബ്ഡാ. പഠനം പറയുന്ന. അപ്പം ഈ ഒരു ഇതൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തോളുക, ഹൃദയം കൊണ്ടല്ല നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ഭയങ്കര ആക്റ്റീവ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാട്ടും ഇതിനൊക്കെ സമയത്ത് ഭയങ്കര ആക്റ്റീവ്. ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോഴേ തിളക്കം ഉറക്കുക, പിന്നെ അങ്ങ് ഡിസ്റ്റർബൻസ്. എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. കൈവെക്കുന്നു, കാല് വെക്കുന്നു, നമ്മൾ ചെയ്യാത്ത ഒന്നും. പൗലോസ് പറയുക, അന്ത്യകാലത്ത് ഇങ്ങനൊരു സമയം ഉണ്ടോ? അന്ത്യകാലത്തിൽ ലക്ഷണമാ. ഏത്? സൗണ്ട് ഡോക്ടർ കേൾക്കാൻ ആർക്കും, ഹെൽത്തി ഫുഡ് കഴിക്കാൻ ആർക്കും. നമ്മുടെ ലോകം നോക്കിയേ, ജങ്ക് ഫുഡ്. എല്ലാവർക്കും അതല്ലേ വേണ്ടത്? ഒരു കാര്യം അങ്ങോട്ട് ഇട്ട് സൂസ് കേട്ടു, എല്ലാം തീർന്നു. അത് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ട. ചോദിച്ചു നോക്ക്, ലേസിന്റെ പാക്കറ്റോ അല്ലെ പ്രിങ്കിൾസിന്റെ പാക്കറ്റോ ഒക്കെ കൊടുത്തു കഴിച്ചാൽ 3 നേരവും അത് മാത്രം എന്ത് ചെയ്യും? മറ്റൊന്നും ഉണ്ട് അവരെ ഇരിക്കുന്നത്. ഹെൽത്തി ഫുഡ് കഴിക്കാൻ ആർക്കും എന്തില്ല. പൗലോസ് ഇത് തന്നെ പറയുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് ഇത് എഴുതിയ സമയത്ത് പറയുക, തിമോത്തിയോസേ, ഇങ്ങനൊരു കാലം എന്ത് ചെയ്യും? വരും. എന്തിന് പ്രാധാന്യമില്ലാത്തത്? പത്യോപദേശത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലം എന്ത് ചെയ്യും? ആ കാലം ദുർഘട സമയമാണ്. ഇതന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഹൃദയം കൊണ്ട് ആരെ സേവിക്കുന്നില്ല, ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല. പൗലോസിനോട് പറയുന്നു, നോക്കണേ, എനിക്ക് തോന്നുന്നു പൗലോസ് തിമോത്തിയോസിന് എഴുതിയ സമയത്ത് ഇത്രയൊന്നും പ്രശ്നമൊന്നു. പക്ഷെ ഇന്ന് ഇത് ഭയങ്കര യാഥാർത്ഥ്യമാണ്. ഇന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത എന്നറിയോ? ഞാൻ പറയുന്നില്ല, കണ്ടേ, ഇന്നത് വളരെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പൗലോസ് പറയാം, പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഇവർക്ക് പത്യോപദേശം ഒന്നും എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട. പിന്നെന്താ കേൾക്കണ്ടെന്ന് അറിയാമോ? കർണ എന്നാന്നറിയോ? കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള, ഇപ്പം വിടുവിക്കുന്നൊക്കെ കേൾക്കാൻ, ഇപ്പൊ സൗഖ്യമാണെന്നൊക്കെ കേൾക്കാൻ. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്, ഇല്ലേ? When they will not endure sound doctrine, but after their own shall they heap to themselves to teachers having itching ears. അപ്പോൾ എന്താ കേൾക്കാൻ താല്പര്യം? കാരണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. അയ്യോ, അതല്ലാത്ത വല്ലതും കേട്ടാ പറയും, ഇന്ന് അങ്ങനെ എന്നെ കുത്തി മാത്രം എന്ത് ചെയ്തത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ, തുറന്നങ്ങ് പറയാം. ഈ ദൈവവചനം കേട്ടിട്ട് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പം പ്രസംഗിക്കുന്ന ആളുടെ മണ്ടയ്ക്കൊന്നും കേറണ്ട. കർത്താവ് എൻ്റെ കുറവ് നീ മനസ്സിലാക്കി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ആരോടും പറയണ്ട, സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് ഇത് പോകും. പക്ഷെ നമ്മുടെ പലപ്പോഴും വിചാരം എന്നാണെന്നറിയാമോ?
പത്യോപദേശം കേൾക്കും, നമ്മുടെ കുത്തു കൊള്ളുമ്പം അദ്ദേഹം എന്നെ മാത്രം എന്ത് ചെയ്താ? അല്ലെന്നേ. നിങ്ങൾ ദൈവവചനം പഠിച്ചു നോക്കൂ. ദൈവവചനത്തിലൂടെ നിങ്ങളെ ക്രമീകരണം ദൈവം വരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാ. കാരണം പരിശുദ്ധാത്മാവ് എന്താ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധം വരുത്തുന്ന എന്തെന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ ദൈവാത്മാവ് കുറ്റം ബോധം വരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ചിന്ത പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ അന്യഭാഷ പറയുന്ന. അയ്യോ അല്ലെന്നേ, അല്ല അല്ല. തെറ്റ് നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നുണ്ടെന്നാ. ഇന്ന് രാത്രി എനിക്കും അതാണ് നിങ്ങളോട് പറയുന്നുള്ളത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങോട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് ദൈവത്തെ സേവിക്കണം. പൗലോസ് പറയുക, കർണരസമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ആരെ പെരുക്കുക? സ്വന്തം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രസംഗിച്ചാൽ ഉണ്ടോ, അത് മാത്രം ഞങ്ങൾക്ക് കേട്ടാൽ മതി. എന്നിട്ട് പറയുകയാണ്, സത്യത്തിന് എന്ത് കൊടുക്കത്തില്ല. നേരത്തെ സഹോദരൻ ഇതൊക്കെ പറഞ്ഞു ഇവിടെ കേട്ടോ, ഞാനിതെല്ലാം അന്നേരം ഓർത്തു. എന്തിന് ചെവി കൊടുക്കണം? സത്യം എന്താ? പത്യോപദേശമാണ്, ഹെൽത്തി ഫുഡാ. അതിനെന്ത് ചെയ്യണം? ചെവി കൊടുക്കണം. ഇനി നിങ്ങൾ നോക്കണമേ, ഇത് പറയുന്നത് ദുർഘട സമയം എന്ന് പറയുന്നത് ദൈവവചനത്തെ പറ്റിയാ, പത്യോപദേശത്തെ പറ്റിയാ. അത് പ്രസംഗത്തിലൂടെയും പഠിപ്പീരിലൂടെയും ടീച്ചിങ്ങിലൂടെയും നമ്മുടെ ടെസ്റ്റ് മണിയിലൂടെ പ്രവചന ശബ്ദങ്ങളോടെ എല്ലാം അങ്ങ് പറയുക. നമുക്കെല്ലാം കേൾക്കേണ്ട എന്താ? എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെയാന്ന്. ഞാൻ പ്രവാചകന്മാർക്കൊന്നും എതിരൊന്നുമില്ല. ദൈവവചനം പഠിപ്പിക്കുന്ന നല്ലൊരു ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ എന്നുള്ളത്. പക്ഷേ ഏറ്റവും വലിയ പ്രവചനം എന്താ നമുക്ക് കേൾക്കേണ്ടത്? നാളെ എൻ്റെ ഭാവി എന്താവുന്നല്ലേ കേൾക്കണ്ടേ? ഇത് പറഞ്ഞിട്ടുണ്ടെന്നേ നാളെ എന്താ ഭാവിയെന്ന്, അതല്ലേ നമുക്ക് കേൾക്കണ്ടേ? നമ്മുടെ ഭാവി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ. നമ്മുടെ ഭാവി നിത്യതയാ. അപ്പൊ ഇതിനപ്പുറത്ത് വേറെന്താ വേണ്ടത്? ഞാൻ ഈ തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ? ഹൃദയം കൊടുത്ത് ദൈവത്തെ സേവിച്ചേ പറ്റൂ. അതാ യഥാർത്ഥ സ്പിരിച്വാലിറ്റി. അത് ചെയ്യണമെങ്കിൽ ഈ പത്യോപദേശം അകത്ത് ചെല്ലണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. എന്നോട് 8:50 പറഞ്ഞു, സമയം തീർന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ അന്ത്യകാലത്ത് വരുന്ന ദുർഘട സമയത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം പറ്റുമ്പോൾ 3 ലക്ഷണങ്ങളൂടെ പറയുന്നുണ്ട്. ഒന്ന്, ഇവരുടെ പ്രത്യേകത, മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹങ്ങളും. അപ്പം സ്വസ്നേഹവും ദിവ്യാഗ്രഹവും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പത്യോപദേശം വചനം എന്ത് ചെയ്യുന്നില്ല? സ്വസ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് പറയാൻ താല്പര്യം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഞാനത് വിടുക. രണ്ടാമത്തെ ലക്ഷണം നോക്കണേ. ഈ സ്വസ്നേഹികൾ ദ്രവ്യാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് പറയുക. വമ്പ് എന്ത് വമ്പ് പറയും? അയ്യോ ഞാൻ ഏതാണ്ട് ഗിരിപ്രഭാഷണം ഇതേ ആശയത്തിലാണ് പോകുന്നത്. വിടുക അവിടെ. അഹങ്കാരികളും ഉഷന്മാരും അമ്മയപ്പന്മാരെ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ അനുസരിക്കാത്തതിന്? എന്തകത്ത് ചെല്ലുന്നില്ല? ഞാനതാ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ബാലൻ തൻ്റെ നടപ്പിനെ എങ്ങനാ? നിങ്ങൾ കുഞ്ഞുങ്ങളെ നേടണോ? ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നേടണോ? ഈ കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുസരിക്കണോ? ഈ കുഞ്ഞുങ്ങൾ സഭയ്ക്കൊരു അനുഗ്രഹമായി മാറണോ? ഈ കുഞ്ഞുങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണോ? ഈ ഉപദേശം അകത്തി ചെല്ലണം. ഫിലിപ്പോസ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ദൈവത്തിൽ കാണുന്നുണ്ട്. അവൻ എത്ര മക്കളുണ്ടായിരുന്നു? 4. ആ പെൺമക്കളെ കുറിച്ചുള്ള ഐഡന്റിറ്റി എന്നാന്നറിയാം? അവർ 4 പേരും പ്രവാചികമാരായിരുന്നു. നമ്മളിവിടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഐഡന്റിറ്റി ആക്കാൻ പോകുമ്പോൾ ഫിലിപ്പോസിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്ന ഒറ്റ കാര്യമാണ്, അവരാരാ?
ഞാൻ ദൈവജനത്തോട് ഒരു എളിയ സഹോദരനതിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുത്താൽ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിന് മോഹങ്ങളിൽ പോകത്തില്ല. അവർക്ക് ദൈവസഭയോട് കൂറുണ്ടാകും, അവർക്ക് ദൈവത്തോട് കൂറുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, കർത്താവ്, ഹൃദയം കൊടുത്ത് ദൈവത്തെ സേവിക്കാൻ ഞാൻ തയ്യാറാണ്. ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ താൻ പറഞ്ഞു. അപ്പോൾ 1, തിമോത്തിയോസിനോട് പറയുക, ദുർഘട സമയങ്ങളിൽ 1, മനുഷ്യൻ എന്തായി മാറും? സ്വസ്നേഹികളും. 2-ാമത്തെ കാര്യം നോക്കിയേ, 5-ാമത്തെ വാക്യം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി എന്ത് ചെയ്യും? അപ്പോൾ 2-ാമത്തെ കാര്യം, ഭക്തിയുണ്ട്, മറിച്ച് എന്തില്ല. ഇതല്ലേ സംഭവിക്കാം നമുക്കിപ്പം? എവിടെ നമുക്ക് ഈ ശക്തി ഉള്ളത്? അപ്പോസ്തല പ്രവർത്തിച്ച ദൈവം ഇന്ന് കുറുകിപ്പോയോ? ആ ദൈവം ജീവിക്കുന്നില്ലേ? ഉണ്ട് ദൈവമക്കളെ. അന്നത്തെ ദൈവം ഇന്നും ഉണ്ടെന്നേ. ആ പ്രവൃത്തി ഇന്നും തീർന്നിട്ടില്ലെന്നേ. പക്ഷെ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? ഭക്തിയുടെ വേഷമാണ് നമുക്കുള്ളത്, അതിൻ്റെ ശക്തിയില്ല. ആ ശക്തി വരണം, ഹൃദയം കൊണ്ട് ദൈവത്തെ സേവിച്ചേ പറ്റൂ. 3-ാമത്തെ കാര്യം നോക്കി അവസാനിപ്പിക്കുക. 7-ാമത്തെ വാക്യം നോക്കി, 6-ാമത്തെ വാക്യം പറഞ്ഞിട്ട് പറയുക, ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം. അപ്പൊ 3-ാമത്തെ ലക്ഷണം, അവർക്ക് എന്തില്ല? സത്യത്തിൻ്റെ എന്തില്ല? എന്താ സത്യത്തിൻ്റെ പരിജ്ഞാനം എന്നറിയാമോ? ദൈവവചനം ഗ്രഹിക്കാത്തവർ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ തിമോത്തിയോസിനോട് പറയുക. 3 സംഭവങ്ങൾ നടക്കും, 3 ലക്ഷണങ്ങളാണ്. 1, സ്വസ്നേഹികളും ദിവ്യാഗികളും. 2, ശക്തിയില്ല, മറിച്ച് എന്തുണ്ട്? ഭക്തിയുടെ വേഷമുണ്ട്. 3-ാമത്തെ കാര്യം പറയാം, സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല. എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി എൻ്റെ ദൈവമക്കളെ, സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, ഇന്ന് രാത്രി ഹൃദയം കൊടുത്ത് ദൈവത്തെ സേവിക്കാൻ തയ്യാറുള്ളത്. ഇന്ന് രാത്രി പത്യോപദേശം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ സഭയെ നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. കണ്ണുകളെ ദൈവസ്ഥലം അടയ്ക്കാമോ? ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കാമോ? ഇനി ആരും ദൈവസന്നിധിയിൽ മൗനമായിരിക്കരുത്. കുഞ്ഞുങ്ങളുൾപ്പെടെ എല്ലാവരും ദൈവസ്ഥലിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചേ. പലപ്പോഴും നമ്മുടെ ആത്മീയ ഉപരിപ്ലവമായി മാറാറുണ്ട്. പലപ്പോഴും ദൈവത്തെ സേവിക്കുന്നത് നമ്മൾ ഹൃദയം കൊടുത്തല്ല. എന്നാൽ ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പറയാമോ, ദൈവമേ, മടങ്ങി വരാൻ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ ഒരുമിച്ച് തയ്യാറാണ് കർത്താവേ. ഇന്ന് രാത്രി അങ്ങനെ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ഉണ്ട്? എല്ലാ ആദരങ്ങളും ദൈവസന്നിധിയിൽ തുറന്നേ, ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്കൊന്ന് പകർന്നേ. നിങ്ങൾ ഈ കഴിഞ്ഞ നിമിഷം വരെ എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ അല്പസമയം ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദൈവജനം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ഈ വചനത്തിന് മത്സരിക്കരുത്, ഈ വചനത്തിന് മത്സരിക്കരുത്, മറിച്ച് ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമേ, ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കേണ്ട, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ഇടപെട്ടുവെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആദരങ്ങളെ ദൈവസന്നിധി തുറക്കട്ടെ. ഇന്ന് രാത്രി വലിയ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കണം. പക്ഷേ യഥാർത്ഥ ഒരു സ്പിരിച്വാലിറ്റികളിൽ നമ്മൾ മടങ്ങി വരണം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ദൈവസാന്നിധ്യം അനുഭവിക്കട്ടെ. നമ്മുടെ തലമുറകൾ ഓരോരുത്തരും ദൈവസാന്നിധ്യം അനുഭവിക്കട്ടെ. പത്യോപദേശത്തിന്റെ ആ മാഹാത്മ്യം അവർ അനുഭവിച്ചു തുടങ്ങട്ടെ. ദൈവസഭ ഒരുമിച്ച് അനുഭവിക്കട്ടെ. ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മെ നയിക്കേണ്ടതിനായി ഹൃദയം തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിര്. ഹൃദയം തുറന്ന്, ഞാൻ ദൈവസന്നിധി പറയാം, ഹൃദയം തുറന്ന് ഈ നിമിഷം വരെ എങ്ങനെയാണെന്നുള്ളതല്ല, ദൈവസന്നിധി കരയാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവസന്നിധി കരഞ്ഞുകൊണ്ട് പറ, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരാൻ തയ്യാറാ. കുഞ്ഞുങ്ങളെ പറഞ്ഞ ദൈവസന്നിധി, കർത്താവേ, ആ യേശുവിന്റെ സ്നേഹം ഞങ്ങളുടെ ഇന്ന് ഹൃദയത്തിനകത്ത് വ്യാപരിക്കണമേ.
റീവാലാബാറമനഘടക ശംദൽ വൈഡമാനഘടക ശബ്ദിനിധിമനഘടകാരകത്തിയാനക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സെക്കൻഡുകൾ മാത്രം നിങ്ങൾ ദൈവസന്നിധിയിൽ ആ വചനത്തെ ഹൃദയം ഏറ്റെടുത്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. We need to enter into the presence of the Lord, but we need to have a true spirituality. Until unless if you don't have a true spirituality, we cannot enter into the presence of the Lord. Ask the Lord, Lord, cleanse me, Lord. Pardon me, Lord. വർഷങ്ങളായി നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണം. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം ദൈവജനത്തോട് ചോദിച്ചോട്ടെ. ഇന്ന് രാത്രി കേട്ട വചനം എന്നോടാ. ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. നിങ്ങളാരും കണ്ണുകൾ തുറക്കരുത് പ്ലീസ്. ഇത് എന്നോടാ. പലപ്പോഴും എൻ്റെ ആത്മീകം പെരിഫറലായി മാറാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഹൃദയം കൊടുത്ത് ദൈവത്തെ സേവിപ്പാൻ ഞാൻ തയ്യാറാ. ഇന്ന് രാത്രി അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വലതുകരം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ പറഞ്ഞതിൻ്റെ പേര് ആരും ചെയ്യരുത് പ്ലീസ്, ഒരാൾ പോലും ചെയ്യരുത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടു എങ്കിൽ മാത്രം, വചനം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ മാത്രം നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ വലതു കരങ്ങളെ ആ തലയ്ക്ക് മേലിൽ ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ ആരും ഉയർത്തരുത് പ്ലീസ്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടു എങ്കിൽ മാത്രം തൻ്റെ ഇടത്തോടെ നാണം കൂടാതെ വലതു കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആത്മീയത്തെ ഞങ്ങൾ അളക്കുന്ന രീതിയും ഞങ്ങൾ കാണുന്ന രീതിയും വ്യത്യാസമുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിന് മുൻപിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ അങ്ങ് പൊറുക്കണം. ഹൃദയം കൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങയെ സേവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ നിർമ്മലമായ വചനത്തിന് മുൻപിൽ ഈ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഒരു എളിയ ദൈവദാസന്മാർ ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, ഈ സിയുടെ മീറ്റിംഗിന് പുറകിൽ ഒരു ഉദ്ദേശമുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ ആ ഉദ്ദേശത്തെ മനസ്സിലാക്കി കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിലൂടെ കേട്ടതിനെ ഓർത്ത് ഞങ്ങൾ അതിന്റെ മുൻപിൽ ഞങ്ങൾ മട്ടുമടക്കിയ കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ട്, ദൈവം ഞങ്ങളെ കഴുകിയാട്ട്, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. സെക്രട്ടറി ജാനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സിയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സെക്രട്ടറിക്കും ട്രഷററിനുമായി സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി കേട്ട ഈ ദൈവവചനം ഇന്നു മുതൽ ക്രിയ ചെയ്ത് തുടങ്ങട്ടെ കർത്താവേ. ഭക്തിയുടെ വേഷമല്ല കർത്താവേ, ശക്തി ഇന്ന് രാത്രി അനുഭവിക്കുവാൻ, അടുത്തുള്ള മീറ്റിങ്ങുകളൊക്കെ ആ ദൈവശക്തി അനുഭവിപ്പാൻ, ആ ഉയർപ്പിന്റെ ശക്തി കൂടാരത്തിനകത്തേക്ക് ഇറങ്ങുവാൻ, സഭയ്ക്കകത്തേക്ക് വ്യാപരിപ്പാൻ ദൈവാത്മാവിടിയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിറയട്ടെ കർത്താവേ. കൂടാറാമനെ ഞങ്ങളുടെ യുവതിവാക്കളിന്മേൽ കർത്താവേ ആ ദൈവസ്നേഹം നിറയട്ടെ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴം കർത്താവേ ജനത്തിന്റെ ഇടയിലേക്ക് വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. രാത്രി ഇതിനകത്ത് ചലിക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് രാത്രി അനുഭവിക്കട്ടെ കർത്താവേ. ദൈവ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രി അനുഭവിക്കട്ടെ.
ജുഡമന വൈഡമാനക ശാന്തൽ വൈഡമാനക അസ്തഗന്ധന അരിബല വൈഡമാനക അന്തൽ പ്രൗഢിമാനക ശധാനകളഗിരിയാനക. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. സഭയും സിയുടെ പ്രവർത്തനങ്ങളെയും ബ്ലസ് ചെയ്ത് ദൈവത്തിന്റെ പ്രകാരം ജീവിക്കാൻ അവരെ സഹായിക്കണം. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ, എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്